കഴിയാൻ പോകുന്നതിൽ അറിയാൻ കഴിയും. അങ്ങനെ ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ ഒന്നുകൂടി കൂടുതൽ മനസ്സിലാൻ വേണ്ടി ഒരു സ്റ്റൗവാണ്. സ്റ്റവ് നമ്മളിവിടെ ഓണാക്കി നോർമലി കത്തിക്കുന്ന പോലെ സ്റ്റവ് കത്തിക്കാം. ഏത് സ്റ്റൗവിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റും? ഞാൻ അതിലേക്ക് വരാം. സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഈ കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റവിൻ്റെ പൈപ്പ് ലീക്കായ, അതായത് ഈ റെഗുലേറ്റർ മുതൽ ഇതുവരെയുള്ള ബർണർ വരെയുള്ള ഭാഗങ്ങളിൽ എവിടെ ലീക്ക് വന്നാലും കണ്ടെത്താവുന്നതാണ്. നിങ്ങളിവിടെ നോക്കൂ. അപ്പോൾ പൈപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുറിക്കുന്നത്. ശ്രദ്ധിക്കാം. ക്ലിയർ ആയില്ലേ? ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ടാവോ? ഇപ്പോൾ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഗ്യാസ് ലീക്ക് ആയിക്കൊണ്ടിരിക്കാവും. ഞാൻ കത്തിക്കാം. വലിയൊരു ബ്ലാസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണ്? നോക്കിക്കോളൂ. ഇനി ഇത് ഗ്യാസിന്റെ, ഇതിപ്പോ ഗ്യാസിന്റെ അളവ് നിങ്ങൾക്ക് ഇതിലറിയാം. 0 ആയിട്ടുണ്ടാവും. ഇപ്പോൾ നോക്കിക്കോളൂ. കട്ട് ഓഫ് ആയി. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്യാം. ഇനിയിപ്പോൾ സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റവിന് വെള്ളം മരിയൊക്കെ വീണ്ടും ലീക്ക് ഓഫ് ആയി സിറ്റുവേഷൻ. ഇവിടെ നോക്കി അടുത്ത പിടിക്കും. ഇത് നോക്കിക്കൊള്ളാം. ഇത് വളരെ കണക്ഷൻ വളരെ ഈസിയാണ്. എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഡിവൈസ്. ഈ പ്രത്യേകത കൊണ്ടാണ് ലീക്കായപ്പോൾ കട്ട് ഓഫ് ആയതും അപകടം ജാതിക്കുന്നതും. ഇത് വളരെ സിമ്പിളായി നമുക്ക് ഈ ഷെൽഫ് മുകളിൽ കണക്ട് ചെയ്യാം. അതിന് മുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന റെഗുലേറ്റർ കണക്ട് ചെയ്യാം. ഈ റെഗുലേറ്ററിൻ്റെ നമ്മുടെ ഡിവൈസിൻ്റെ നോബ് ഓൺ ചെയ്യാം. റെഗുലേറ്ററിന് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഇങ്ങോട്ടൊന്ന് ക്യാമറ വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു ഓണോ സ്വിച്ചും കൂടിയാണ്. ഇത് കണ്ടപ്പോൾ ഇതിൽ ഗ്യാസിൻ്റെ ഫുള്ളാണ്, അതാണ് അളവ് കാണിക്കുന്നത്. സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുക. കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റവിൻ്റെ നമ്മുടെ പാല് വെള്ളം ഇവിടെ ഓഫായി നിൽക്കുന്നത് ഗ്യാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ വീടിനാണെങ്കിൽ ഈ ഉപയോഗത്തിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മളൊന്ന് കത്തിച്ചാൽ അപകടം ഉണ്ടാവും. ഞാൻ തൊട്ടടുത്ത് കൊണ്ടുപോയി കത്തിച്ചിട്ട് പോലും ഇത് കത്തുന്നില്ല. ഇത് നേരെ മുകളിൽ കൊണ്ടുപോയി മാത്രം കത്തിക്കും. സേഫ്റ്റി ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ടാണ്. ലീക്കായാൽ കട്ട് ഓഫ് ആവും. അരി പാല് വെള്ളം വീണ് സ്റ്റവ് ഓഫ് ആയാലും ഗ്യാസ് പുറത്തേക്ക് പോയാലും അപകടം ഗ്യാസ് സംരക്ഷിക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ അപകടം ഗ്യാസ് സംരക്ഷിക്കും. പിന്നെ ടാഗ് ലൈൻ തന്നെ ഗ്യാസിന്റെ അളവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ECUവിന്റെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്നു. ഗ്യാസിന്റെ അളവ് നമുക്ക് അറിയാൻ പറ്റും. ഇത് 5 വർഷം വാറണ്ടി ഉണ്ട്. 25 കോടിയുടെ പ്രൊഡക്റ്റ് ലയബിലിറ്റി ഇൻഷുറൻസും 25 കോടിയുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ലയബിലിറ്റി ഇൻഷുറൻസ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ECUക്ക് ഇന്തോനേഷ്യയിൽ ECUക്കും ഗ്യാസ് സേഫ്റ്റി